രാവിലെ NHM ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ നിന്നും ഒരു ശതമാനം പോലും മുന്നിലേക്ക് പോകാനുള്ള യാതൊന്നും തന്നെ ചർച്ചയിലില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയത്തിന്റെ വർധനവ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ അത് ചർച്ചയ്ക്ക് എടുക്കുവാൻ പോലും എടുക്കാതെ മറ്റു കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മറ്റും ഒടുവിൽ സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തി നമ്മൾ പൊടുന്നനെ വന്ന് ആവശ്യപ്പെട്ട് 300% വർധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും? സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ കൂടെയുണ്ട്. അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട്, ചർച്ച ചെയ്യാം. നിങ്ങൾ പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. മന്ത്രി പറയുന്നത് എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട്. ആശമാർ പിരിഞ്ഞു പോകണം, ഇതാണ് ആവശ്യം. മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ആവശ്യങ്ങളെ കുറിച്ച് എന്താണ് വ്യക്തമായി പറഞ്ഞത്? എന്താണ്? സമരം നിർത്തിപ്പോകുക എന്നത് പറയാനാണ് വിളിച്ചത്. ചുരുക്കി പറഞ്ഞ ഞങ്ങൾ ചോദിച്ചു, 1 രൂപയുടെ പോലും വർധനവില്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ്? അത് സർക്കാരിന്റെ പ്രാരാബ്ധത്തെക്കുറിച്ച്, സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് മന്ത്രി എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് അങ്ങനെ ഒരു ചർച്ചയെ നടക്കുന്നില്ല. മറിച്ച് ജോലിഭാരത്തെക്കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ അങ്ങനെ വാദോരാതെ സംസാരിച്ചു മന്ത്രി. ഉദ്യോഗസ്ഥർ രാവിലെ ചർച്ചയിലുണ്ടായിരുന്നു, NHM ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ ചേർന്ന ചർച്ചയിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇപ്പോഴുള്ളതിന് മറുപടി പറയാനില്ല. ഒരാവശ്യം പോലും പരിഗണിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞ മറ്റു ചില ഇഷ്യൂസിനകത്ത് ഓർഡർ എടുക്കാം, പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ സൈഡ് ഇഷ്യൂസ്, സമയത്ത് എന്താണ് സർക്കാർ എന്തായിരുന്നു സർക്കാർ ഒരു ചർച്ച നടത്തി എന്ന് വരുത്തണം. അതിനപ്പുറത്തേക്ക് എനക്കൊന്നുമില്ല. വേറൊരു ചർച്ച, അതായത് ഫെബ്രുവരി 15-ാം തീയതി മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്നും 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ലെന്ന് നമ്മുടെ പ്രസിഡന്റ് അവിടെ സൂചിപ്പിച്ചു. അതിനെ അവർ വളരെ എന്നുള്ളൊരു മട്ടിലാണ് മുന്നോട്ട് പോയിരിക്കുന്ന മട്ടിൽ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നു. ഇല്ല, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. നാളത്തെ നിരാഹാര സമരത്തെ സർക്കാർ ഭയപ്പെടുന്നതുകൊണ്ടാണോ ഇന്നിപ്പോൾ തിരക്ക് പിടിച്ച ഈ 2 ചർച്ച? അത് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഒരു ചർച്ച വിളിച്ചു, നമ്മൾ ചർച്ച വിളിക്കണം ആവശ്യപ്പെട്ടിരുന്നു, അത് വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ നിരാഹാര സമരം ആരംഭിക്കും. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. നിരാഹാരത്തിന് തയ്യാറായി ധാരാളം ആശമാർ സംസ്ഥാനത്തിനെമ്പാടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാവിലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം വളരെ വീറോടുകൂടി ആശമാർ മുന്നോട്ട് വരികയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല അല്ലേ? ഒരിക്കലുമില്ല, ഒരിക്കലും പിന്നോട്ടില്ല. അതെ, സർക്കാരിന്റെ സാമ്പത്തിക പാത്രത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത കാര്യമൊന്നും നമ്മൾ ചോദിച്ചിട്ടൊരു മറുപടിയില്ല. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി അത് ആശമാർ മനസ്സിലാക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. മന്ത്രി വളരെ പ്ലീസിംഗ് ആയിരുന്നു. നിങ്ങളത് ഉൾക്കൊണ്ട് പിരിഞ്ഞു പോകണം എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു. അതെല്ലാം കേട്ടതിന് ശേഷം മന്ത്രിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചർച്ച എന്ന പേരിൽ സംസാരിച്ചത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇതാണെന്ന്. പക്ഷെ അതിനകത്തൊന്നും തരാൻ നിസ്സഹായരാണ്. ഒന്നുപോലും. മന്ത്രിയുടെ താല്പര്യം ഒരു ചർച്ച വിളിച്ചു. നാളത്തെ നിരാഹാരത്തിന് മുൻപ് ഒരു ചർച്ച വേണമായിരുന്നു. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കൂലേ ആരോഗ്യമന്ത്രി പെണ്ണായിട്ട് ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിക്കത്തില്ലേ? അതിന്റെ പേരിന് വേണ്ടി മാത്രം. പ്രശ്നം ഇവിടെ സമരിയിരിക്കുന്ന മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ആരോഗ്യ സംവിധാനം താളം തെറ്റിയല്ലേ നമ്മുടെ പ്രാദേശികമായിട്ട് ഉൾപ്പെടെ. അതൊക്കെ ചർച്ച ചെയ്തു. അത് അവർക്കറിയാമല്ലോ. അവർ പറഞ്ഞു, നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ആരോഗ്യ സംവിധാനത്തില് നിങ്ങൾ എന്താ പോരായ്മയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. മന്ത്രി പറഞ്ഞത് സാമ്പത്തിക പരാധീനത കേൾപ്പിക്കാനാണ് ഞങ്ങളെ വിളിച്ചത്. അതായത് ചർച്ച നടത്തി, ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച. അതെ,
മറ്റു വേറൊന്നുമില്ല. ഇല്ല ഇല്ല. ഇതായിരുന്നു നിലപാട്. അതായത് സമരസമിതി നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സമരം തുടരും, അനിശ്ചിതകാല സമരം. അതാണിപ്പോൾ സമരസമിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ചർച്ചയിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ല. ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇവിടേക്ക് വന്നത് എങ്കിൽ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കടുത്ത നിരാശ എന്നുള്ളതാണ് ആശാവർക്കർമാരും സമരസമിതി പ്രവർത്തകരും പറയുന്നത്. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ നടന്ന ചർച്ചയാണ്. ആ ചർച്ചയിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. സർക്കാരിന്റെ പ്രാരാബ്ദങ്ങളും പരാധീനതകളും പറയുന്നതിനപ്പുറത്തേക്ക് ആരോഗ്യമന്ത്രി ഇവരുടെ ആവശ്യങ്ങളിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ നാളെ മുതൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് സമരസമിതി പ്രഖ്യാപിക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം നാളെ രാവിലെ 11 മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണല്ലോ സർക്കാർ ഇന്നൊരൊറ്റ ദിവസം 2 ചർച്ച. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ പറയുന്ന ചർച്ചയുടെ ബാഹുല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇന്ന് 2 ചർച്ച. വളരെ പ്ലീസിംഗ് ആയിട്ടാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് എന്ന് സമരക്കാർ തന്നെ പറയുന്നു, അല്ലെ? എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്ത് മഴയത്ത് നിർത്താൻ എനിക്ക് താല്പര്യമില്ല, എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി പറയുന്നു. പക്ഷേ 1 രൂപ കൂട്ടില്ല എന്ന് പറയുന്നത്, അതായത് 1 രൂപയുടെ വർധനവില്ലാതെ ഈ സമരം നിർത്തിപ്പോവുക എന്നുള്ളത് ഒരൊറ്റ കാര്യമാണ് സർക്കാരിന് ആശമാർക്ക് മുന്നിൽ വെക്കാനുള്ളത്. നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നും പരിഹാരം ഉണ്ടാകുന്നില്ല. പക്ഷേ സർക്കാർ കുറെ പ്രാരാബ്ദങ്ങൾ പറയുന്നു. സമരം നിർത്തിപ്പോണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ സമരം നിർത്തിപ്പോകാൻ ആണോ നിങ്ങൾ ഈ സമരം തുടങ്ങി വെച്ചത്? കഴിഞ്ഞ 38 ദിവസം ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയിലുടനീളം പരിദേവനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചർച്ചയിലുടനീളം പരിദേവനം മാത്രം ഉണ്ടായിരുന്നു. ആ പരിദേവനം കേട്ട് മടങ്ങിപ്പോകാമെന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവുണ്ടാകുന്നതോടെ സമരം നടത്തി. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി കേട്ടു. ആ വിഷയങ്ങളിൽ ഒന്നും ഒരു ചർച്ചയും നടന്നേയില്ല. നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, പെൻഷൻ നൽകണം, പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യം നൽകണം, ഈ വിഷയങ്ങളിലൊന്നും ഒരു ചർച്ചയും നടന്നില്ല. ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. എന്തായാലും സമരക്കാർ തന്നെ പറയുന്നു, വെറുതെ പ്രഹസനം മാത്രമായിരുന്നു ചർച്ച എന്നുള്ളത് അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. ചർച്ച നടത്തിയോ, നിരാഹാരം തുടങ്ങുന്നതിന് മുൻപ് ചർച്ച നടത്തിയോ ആരോഗ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അതിനുത്തരം നടത്തി എന്ന് പറയാൻ മാത്രമാണ് ഒരു ഏതാണ്ട് 1 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂർ മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. അല്ല, അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അത് അവർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നു, നിങ്ങൾ വെയിലത്ത് നിൽക്കുന്നു, മഴയത്ത് നിൽക്കുന്നു, ഒപ്പം തന്നെ ജോലിഭാരം, ജോലിയുടെ സമയം, അതൊക്കെ പറയുന്നുണ്ട് മന്ത്രി. സർക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറഞ്ഞ ഒന്നാണ്, സർക്കാരിന് പരിഹരിക്കാനോ സർക്കാരിന് പരിഗണിക്കാനോ കഴിയാത്ത ഒരു ആവശ്യമാണ് ആശാ വർക്കർമാർ മുന്നോട്ട് വെക്കുന്നത് എന്ന്. ഇനി സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന നിലപാട് ഒരുപക്ഷെ ആവർത്തിച്ചിട്ടുണ്ടാകാം. ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് അവരോടുള്ള സമീപനത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ വളരെ മയപ്പെട്ട ഒരു സമീപനമാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.